അതിരപ്പള്ളിയിലേക്കാണ്. അവിടെ കുങ്കിയാനയെ എത്തിച്ചിട്ടുണ്ട്. ഭരത് എന്ന കുങ്കിയാനയാണ് എത്തിച്ചിരിക്കുന്നത്. മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനായാണ് ആദ്യത്തെ കുങ്കിയാനയെ എത്തിച്ചിരിക്കുന്നത്. മറ്റു കുങ്കിയാനകളും ഉടൻ തന്നെ എത്തും. അതെ, സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എപ്പോഴാണ് കുങ്കിയാന എത്തിയത്? ഏത് കുങ്കിയാന? ഭരതാണ് എത്തിയിട്ടുള്ളത് അല്ലെ? പെട്ടെന്ന് വിവരങ്ങൾ പറയൂ. സ്മിത, വയനാട്ടിൽ നിന്നുള്ള ഭാരത് എന്ന കുങ്കിയാനയാണ് എത്തിയിരിക്കുന്നത്. 2 കുങ്കിയാനകൾ കൂടി ഇന്ന് എത്തുകയും ചെയ്യും. ഇപ്പോൾ ഈ ആനയെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുന്നതിന് വേണ്ടി, ആനത്താവളത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ലോറിയിൽ കൊണ്ടുവരുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ഭരത് എന്ന ആനയാണ് അല്പം മുമ്പ് ഈ വെറ്റിലപ്പാറ കാലടി പ്ലാന്റേഷന്റെ TCR ഫാക്ടറിക്ക് സമീപമുള്ള സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അംഗനവാടി ഉണ്ട്. ആ അംഗനവാടിക്ക് ഫെൻസിംഗ് ഉണ്ട്. അംഗനവാടിക്ക് ചുറ്റും അവിടെയാണ് ഈ ആനയെ താൽക്കാലികമായി തളയ്ക്കുക. അതിനുശേഷം ഈ വഞ്ചിക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് ഈ 3 ആനകൾക്കും വേണ്ടി താൽക്കാലിക താവളം ഒരുക്കുന്നുണ്ട്. അവിടുത്തെ ജോലികൾ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. ഫെൻസിംഗ് ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഈ 3 കുങ്കിയാനകളെയും അങ്ങോട്ടേക്ക് മാറ്റും. ചൊവ്വാഴ്ചയോട് കൂടിയായിരിക്കും ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതിന് ഈ ആനയെ പാർപ്പിക്കുന്നതിനുള്ള കൂടിൻ്റെ നിർമ്മാണ പ്രവർത്തികളടക്കം ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. മൂന്നാറിൽ നിന്ന് പ്രത്യേക തടി എത്തിച്ച് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ കൂടിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കാനുള്ള ഒരു നീക്കത്തിലാണ് വനംവകുപ്പ്. എന്തായാലും ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യത്തിന്റെ ഒരുക്കങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. ആദ്യ കുങ്കി അതിരപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു. സ്മിത, ശരി. അപ്പം ഭരത് എത്തിയിട്ടുണ്ട്. മറ്റു കുങ്കിയാനകളെ കൂടി എത്തിക്കുന്നതോടെ ആ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ പിടികൂടാം എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. അപ്പം അതിനുശേഷം കൂട്ടിലേക്ക് മാറ്റും. എന്നിട്ട് ചികിത്സ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വളരെ ഗുരുതരമായിട്ടാണ് ആനയുടെ സ്ഥിതി തുടരുന്നത്. കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റാനുള്ള നടപടികളും ഉണ്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അരിക്കൊമ്പന്റെ കൂട്, അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പണികൾ, അറ്റകുറ്റപ്പണിയൊക്കെ തീർത്ത് പറ്റിയാൽ അതിലാകും, അല്ലെങ്കിൽ പുതിയ കൂടാകും.